വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വസ്ന സുബൈർ. ഇന്ന് ഞാൻ ഒരു ദിവസത്തെ നോമ്പിൻ്റെ ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കുഞ്ഞിപ്പത്തിരിൻ്റെ റെസിപ്പിയും പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ കേക്കിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഇപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ഒന്നും അധിക ജോലിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അടുക്കളയിലൊന്നും നമുക്കൊന്നും ഉണ്ടാക്കാനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വൈകുന്നേരത്തേക്ക് ചെയ്തു വെക്കുകയാണെങ്കിൽ പിന്നെ അസർ നിസ്കരിച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ അടുക്കളയിലേക്ക് പോവുക. പക്ഷേ ഇന്ന് ഒരു 2 മണിയായപ്പോഴാണ് കേട്ടോ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്താണെന്ന് വിചാരിച്ചാൽ കുഞ്ഞിപ്പത്തിരിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കൽ കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടി കേട്ടോ. എന്താണെന്ന് വിചാരിച്ചാൽ ഇവർ 3 പേരും കൂടിയാണ് എനിക്കിത് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചെയ്യുന്ന ജോലികളിൽ നമ്മളെ മക്കളെയും കൂടി ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അതിപ്പോൾ ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ. എനിക്ക് 2 ആൺകുട്ടികളാണ് കേട്ടോ. പക്ഷേ ഞാൻ അടുക്കളയിൽ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അവർ വന്ന് ചെറുതായിട്ടൊക്കെ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുക ചെയ്യേണ്ടത്. ആദ്യം ഒന്നും റെഡി ആവില്ല, എന്നാലും അവർ ചെയ്ത് അത് റെഡി ആയിക്കോളൂ കേട്ടോ. ഇപ്പോൾ കുഞ്ഞിപ്പത്തിരിയൊക്കെ അവർ നല്ലോണം തന്നെ എനിക്ക് ഉണ്ടാക്കി തരലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് സ്റ്റീമറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്കുള്ള കറി റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്കായ, പിന്നെ കുറച്ച് വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബേ ലീഫ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ വലിയ 2 സവോളയും വലിയൊരു തക്കാളി, കുറച്ച് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതും കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിത് സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ സവോള വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ സവോള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുമേ. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുക, തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, തക്കാളിയൊക്കെ നല്ല വെന്ത് പെട്ടെന്ന് തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഒന്ന് സിമ്മിലാക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അജ്മീൻ്റെ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പാക്കറ്റിന് 10 രൂപയാണ്. അപ്പോൾ ഞാൻ കടയിൽ പോയ സമയത്ത് കണ്ടപ്പോൾ വാങ്ങിയതാണ്. ഈ ഒരു മസാല ചേർത്ത സമയത്ത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ കറിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ സാധാ ചിക്കൻ മസാല വാങ്ങുന്നതിനെക്കാട്ടും ടേസ്റ്റ് കുറച്ചും കൂടി ഒന്ന് തോന്നി കേട്ടോ ഈ ഒരു മസാലക്ക്. അപ്പോൾ നിങ്ങൾ അജ്മീൻ്റെ മസാലപ്പൊടി വാങ്ങിയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ചിക്കൻ ഈ ഒരു രീതിയിൽ അജ്മി മസാലപ്പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ അതാ നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ചിക്കന് ഏകദേശം 3/4 കിലോളം ഉണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ചിക്കൻ ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റോളം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിലുള്ള ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. അപ്പോൾ അതാ കണ്ടില്ലേ, അതിലുള്ള ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കുക. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ അതിലുള്ള ആ ഒരു വെള്ളമൊക്കെ നല്ലവണ്ണം ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര കറിയാണോ ആവശ്യമുള്ളതെന്ന് ചോദിച്ചാൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം ഞാൻ സ്നാക്ക് ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു മസാല ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ഉണ്ടാക്കുന്ന സമൂസേൻ്റെയോ ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു മസാല ഉണ്ടാക്കിയെടുക്കുമല്ലോ, ചിക്കൻ്റെയോ ബീഫിൻ്റെയോ ഒക്കെ, അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ് അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഏത് ഗ്ലാസ് ആണോ ആ ഒരു ഗ്ലാസ്സിന് തന്നെ എല്ലാ ഐറ്റംസും ഒന്ന് അളന്നെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് വരെ എടുക്കുക. ഞാനിവിടെ 3/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ്സിന് മൈദപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ തലേ ദിവസത്തെ മസാല ഉണ്ടായിരുന്നു, അത് ഞാൻ ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാൻ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങളടുത്ത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇനി കുക്കറൊന്ന് ചൂടായതിന് ശേഷം
അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അത് ആ ഒരു കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മാവാണിത്. അപ്പോൾ ഒരുപാട് നേരം നമ്മൾ ഇട്ടിട്ട് അരച്ചെടുക്കരുത് കേട്ടോ. ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ആയാൽ മതി. ഇനിയിപ്പോൾ അതിൻ്റെ പകുതി ഭാഗം ആ ചൂടായിട്ടുള്ള കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മസാലയിൽ നിന്ന് പകുതി ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ബാക്കിയുള്ള മാവ് മുഴുവനായിട്ട് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കുക. അപ്പം ആ ഒരു മസാലയൊക്കെ ഒന്ന് കവറാവുന്ന രീതിയിൽ വേണം അത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ആ ഒരു മസാല മുഴുവനായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ഇറാനി പോള ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലായിട്ട് മുഴുവനായിട്ട് മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇത് മറിച്ചിടുന്ന സമയത്ത് ആ ഒരു ചിക്കൻ്റെ മസാലയൊക്കെ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു മാവിലേക്ക് ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും ഗാർണിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തക്കാളിയോ അല്ലെങ്കിൽ ക്യാപ്സിക്കോ വെച്ച് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ തക്കാളിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലുള്ള വെയിറ്റ് എടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ വേറൊരു അടുപ്പിൽ നമ്മൾ ഒരു കേടായിട്ടുള്ള ഒരു ദോശക്കല്ലോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു 3-4 മിനിറ്റിന് ശേഷം നമ്മൾ ആ ഒരു കുക്കർ ആ ഒരു ദോശക്കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു കേക്ക് റെഡിയാക്കിയിട്ട് എടുക്കുക. ആ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ച് തന്നെ വെക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് ചെറിയ ഉള്ളി, ഒരു ടീസ്പൂണോളം പെരുംജീരകം കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള കുഞ്ഞിപ്പത്തിരിയിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ്റെ കറിയില്ലേ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പലരും പല രീതിയിലാണ് കേട്ടോ കുഞ്ഞിപ്പത്തിരി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കാറുള്ളത്. ഇനിയിപ്പോൾ ചിലർ ചിക്കൻ കറിയിലേക്ക് തേങ്ങ അരച്ചൊഴിച്ചിട്ട് അതിലേക്ക് ഈ ഒരു കുഞ്ഞിപ്പത്തിരി മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിത് കറി അതിലേക്ക് നേരിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോരുത്തരും ചെയ്യുന്ന ആ രീതിയിൽ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ചിക്കനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ബീഫ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. കുഞ്ഞിപ്പത്തിരി മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ ഒരു വിസിൽ വെക്കുന്നതിന് അതിൻ്റെ മുകളിൽ കൂടെ ആ ഒരു ആവി വരുന്നതാണ് കണക്ക്. ഇനിയിപ്പോൾ തുറന്ന് നോക്കിയിട്ട് നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക കേട്ടോ. ആ ഒരു സമയത്ത് അതിലേക്ക് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ റെഡി ആയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ ഈ ഒരു കുക്കർ തുറന്ന് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ചൂട് മാറുന്നത് വരെ വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ചിക്കൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളടുത്ത് മസാലയൊക്കെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റൂലേ. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് നേരമൊന്നും ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിലേക്ക് ഉണ്ടാക്കുന്ന മസാലകൾ ഓരോരുത്തരും ഇഷ്ടം പോലെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചിക്കൻ കേക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു ചിക്കൻ കേക്ക് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതാ കുഞ്ഞിപ്പത്തിരി അതിലുള്ള ആ ഒരു ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചെറിയുള്ളി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അത് നമ്മൾ ഈ കുഞ്ഞിപ്പത്തിരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം ഇതൊരു ലൂസായിട്ടുള്ളൊരു രീതിയിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ അത് തണുക്കും തോറും ആ ഒരു മസാലയൊക്കെ കുഞ്ഞിപ്പത്തിരിയിലേക്ക് നല്ലോണം പിടിച്ചിട്ട് വരും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് ഒഴിച്ചിട്ട് താളിച്ചെടുക്കുക. എന്നിട്ട് കറി ഒഴിച്ചിട്ട് അങ്ങനെയും കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇപ്പോൾ ഇതാ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. സുബർക്കും കുട്ടികളൊക്കെ പള്ളിയിൽ പോയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ എടുത്തു വെക്കലാണ്. അപ്പോൾ ഞാനിവിടെ ഓറഞ്ച് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള കുഞ്ഞിപ്പത്തിരിയും ചിക്കൻ കേക്കൊക്കെ എടുത്തിട്ട് ടേബിളിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കൂടി നോമ്പ് തുറക്കലാണ്. അപ്പം നമ്മളധികം എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കൽ കുറവാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ നമ്മൾ തീരെ ഉണ്ടാക്കലില്ല. ഫ്രൂട്ട്സോ കാര്യങ്ങളോ അങ്ങനെയൊക്കെയാണ് കേട്ടോ കഴിക്കാറുള്ളത്. അങ്ങനെയുള്ള ദിവസം ഞങ്ങൾ നോമ്പ് തുറന്ന് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെ ഭക്ഷണം കഴിക്കലുണ്ട്. ഇനിയിപ്പം ചെറുകടികളും കാര്യങ്ങളൊക്കെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണെങ്കിൽ ഇശാ നിസ്കാരം തറാവിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഭക്ഷണം കഴിക്കുകയുള്ളൂ.
അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.